നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാരതത്തിന്റെ 66ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നടന്ന നാവികസേന പരേഡിൽ ദക്ഷിണ നാവിക കമാൻഡന്റ് വൈസ് അഡ്മിറൽ സതീഷ് സോണി നാവികരുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തോപ്പുംപടി ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ച മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ ഡൊമിനിക് പ്രസന്റേഷൻ അനാച്ഛാദനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ 66ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പതാക ഉയർത്തിയും സ്വാതന്ത്ര്യദിന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചും മധുരം വിതരണം ചെയ്തുമാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പള്ളുരുത്തി STPY ബോയ്സ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ KN സതീഷ് പതാക ഉയർത്തി. സ്കൂൾ NCC കാഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചതിന് ശേഷമാണ് ദേശീയ പതാക ഉയർത്തിയത്. കുമ്പളങ്ങിയിൽ കുടുംബശ്രീ പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തി. സെഹിയോൻ പ്രേക്ഷിത സംഘത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം പ്രേക്ഷിത സംഘം ഡയറക്ടർ ഫാദർ ആന്റണി കൊച്ചുകേരിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി കൊച്ചുകേരിയിൽ തുടർന്ന് ദേശീയ പതാക ഉയർത്തി. MX ജൂഡ്സൺ, സിസ്റ്റർ ലിസി ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു. കൊച്ചിയിലെ വിവിധ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു. സ്വാതന്ത്ര്യദിനത്തിൽ പള്ളുരുത്തി നൈറ്റ്സ് സ്വാതന്ത്ര്യദിന റാലി നടത്തി. പള്ളുരുത്തി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലിയിൽ കുട്ടികളടക്കം നിരവധി പേർ അണിനിരന്നു. മുഖത്ത് ദേശീയ പതാകയുടെ ചായം തേച്ചാണ് കുട്ടികൾ റാലിയിൽ അണിനിരുന്നത്. റാലി പള്ളുരുത്തി വെളിചുറ്റി വാട്ടർലാൻഡ് റോഡിൽ സമാപിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നടന്ന നാവികസേന പരേഡിൽ ദക്ഷിണ നാവിക കമാൻഡന്റ് വൈസ് അഡ്മിറൽ സതീഷ് സോണി നാവികരുടെ അഭിവാദ്യം സ്വീകരിച്ചു. ദക്ഷിണ നാവികസേന ആസ്ഥാനമായ കൊച്ചി നേവൽ ബേസിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ വൈസ് അഡ്മിറൽ ക്യാപ്റ്റൻ സതീഷ് സോണി നാവികരുടെ അഭിവാദ്യം സ്വീകരിച്ചു. 16 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. രാഷ്ട്രപതി നാവിക ആസ്ഥാനത്തിന് സമ്മാനിച്ച പ്രസിഡന്റൽ കളേഴ്സ് പതാക പരേഡിൽ പ്രദർശിപ്പിച്ചു. ഉന്നത നാവിക ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. KCV ചാനലിന്റെയും കൊച്ചി കേബിൾ ഓപ്പറേറ്റേഴ്സ് ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ട്രസ്റ്റ് ചെയർമാൻ CR സാനു പതാക ഉയർത്തി. KCV ചാനലും കൊച്ചി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ട്രസ്റ്റും സംയുക്തമായാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ CR സാനു പതാക ഉയർത്തി. KCOT സെക്രട്ടറി കൃഷ്ണകുമാർ, ഗജാഞ്ചി അശോകൻ, ട്രസ്റ്റ് അംഗം AP റഷീദ്, മേരിദാസ്, അബു എന്നിവർ ദിനാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. കുമ്പളങ്ങി തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റം വരെ നടന്ന റാലിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നു. സ്വാതന്ത്ര്യദിനത്തിൽ കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുമ്പളങ്ങിയിൽ റാലി നടന്നത്. റാലിക്ക് മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുത്തംവീട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KM ആന്റണി കോച്ചേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ പ്രദീപ്, DCC അംഗം MP ശിവദത്തൻ, ബ്ലോക്ക് സെക്രട്ടറി ഷാജി കുറുപ്പശ്ശേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോണപ്പൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ പഴേരി, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP രത്തൻ, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ഇടമുറി, വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈന സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തോപ്പുംപടി ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ച മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ ഡൊമിനിക് പ്രസന്റേഷൻ MLA അനാച്ഛാദനം ചെയ്തു. കൊച്ചി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ആണ് തോപ്പുംപടിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് അധ്യക്ഷനായി. കൂടാതെ ഇതൊരു ടോൾ ഫ്രീ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മൊബൈൽ ഫോണിലെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചാൽ നമ്മൾ ആ പ്രദേശത്ത് നമ്മുടെ വാഹനം ഓട്ടോറിക്ഷ അവിടെ ചെന്ന് പാസഞ്ചർ എടുക്കുന്ന ഒരു സംവിധാനം ആദ്യമായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇത്തരം സംവിധാനം ഏർപ്പെടുന്ന സാധിച്ച തൊഴിലാളികളുടെ ഐക്യവും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഈ പ്രദേശത്ത് നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചു. ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം. കൗൺസിലർ സെലിൻ പീറ്റർ, KK കുഞ്ഞച്ചൻ, MM ഫ്രാൻസിസ്, സന്തോഷ് R, ബെന്നി എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഫാദർ TK ബിൽ ഇന്റർനാഷണൽ അവാർഡ് ഡോക്ടർ ജോസഫ് ജോസ്റ്റിന് സമ്മാനിച്ചു. അവാർഡ് ദാന സമ്മേളനം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ JK ബിൽ സ്മാരക 3ാമത് ഇന്റർനാഷണൽ അവാർഡിന് അർഹനായ റവറൻ ഡോക്ടർ ജേക്കബ് ജോസിന് തോപ്പുംപടിയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് അവാർഡ് സമ്മാനിച്ചു. അവാർഡ് ദാന സമ്മേളനം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിറകിലുള്ള ആശയം ഭാരതം ഇനിയും പൂർണ്ണമായിട്ട് സ്വതന്ത്രമായില്ല എന്ന കാര്യം പുറത്തറിയിക്കാനായിട്ടാണ്.
പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ പെരുമ്പടവം ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. MLA ഡൊമിനിക് പ്രസന്റേഷൻ അവാർഡുകൾ സമ്മാനിച്ചു. സിസ്റ്റർ ആലീസ് ലൂക്കോസ്, സിസ്റ്റർ ലിസി ചക്കാലക്കൽ, ഫാദർ ആന്റണി കൊച്ചുകരിയിൽ, MS ജൂഡ്സൺ എന്നിവർ സംസാരിച്ചു. തോപ്പുംപടി ഹാർബർ പാലം അറ്റകുറ്റപ്പണി തീർത്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് KCYM പ്രവർത്തകർ സ്വാതന്ത്ര്യദിനത്തിൽ പാലത്തിലേക്ക് മാർച്ച് നടത്തി. പാലം അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് KCYM സെന്റ് സെബാസ്റ്റ്യൻ ഇടവക യൂണിറ്റ് പാലത്തിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് യൂണിറ്റ് പ്രസിഡന്റ് റോഷൻ പുന്നക്കാട്ടശ്ശേരി, സെക്രട്ടറി അരുൺ, ആനിമേറ്റർ ടോസി പൂപ്പന, കാസി കൊർണേലിയോ, ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. രൂപതാ സെക്രട്ടറി ലിനു തോമസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഡൊമിനിക് പ്രസന്റേഷൻ MLA ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാർക്കുള്ള സുരക്ഷയും സംരക്ഷണവും നിയമസഹായവും എന്ന വിഷയമാണ് സെമിനാർ ചർച്ച ചെയ്തത്. ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച സെമിനാർ MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചി ജനമൈത്രി പോലീസ് സംവിധാനത്തിന് അനുവദിക്കുക, പോലീസിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരുടെ പിതാക്കളും സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരായിരുന്നു. 65 വയസ്സെന്ന് പറയുമ്പോൾ ഇന്നുള്ള നമ്മുടെ പുതിയ തലമുറയുടെ മാതാവും പിതാവും ഒക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എങ്ങനെയാണ് നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം കിട്ടിയത്? അത് ബ്രിട്ടീഷുകാർ വെറുതെ കൊണ്ടുപോയതാണ്. അതുമല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലൂടെ. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ M. ബിനോയ് അധ്യക്ഷനായി. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഗോപാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷകനായി. സർക്കിൾ ഇൻസ്പെക്ടർ MR ജയരാജ്, ഫോർട്ട് കൊച്ചി SI V. വിമൽ, സീനിയർ സിറ്റിസൺ കമ്മിറ്റി പ്രസിഡന്റ് CD. മിൽട്ടൺ, ജനമൈത്രി CRO P. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ഡോക്ടർ അൻസു ആനന്ദ്, ഡോക്ടർ ആൻസ് ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് കിൻസ് പള്ളുരുത്തി സംഘടിപ്പിച്ച ക്രോസ് കൺട്രി മത്സരത്തിൽ ഇന്ത്യൻ നേവിയുടെ അനിൽ G. പവാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഇടകൊച്ചിയിൽ നിന്നും ആരംഭിച്ച മത്സരം GCDA ചെയർമാൻ N. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കിൻസ് പള്ളുരുത്തി സംഘടിപ്പിച്ച 33ാമത് ദീർഘദൂര ഓട്ട മത്സരത്തിൽ 1 മുതൽ 6 സ്ഥാനങ്ങൾ വരെ കരസ്ഥമാക്കി ഇന്ത്യൻ നേവി ആധിപത്യം നിലനിർത്തി. ഇടക്കൊച്ചി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മത്സരം GCDA ചെയർമാൻ N. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അത്ലറ്റുകളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് N. വേണുഗോപാൽ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തത്. 250ഓളം പേരാണ് മത്സരത്തിൽ പങ്കാളികളായത്. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സേവ്യറും മത്സരത്തിൽ പങ്കെടുത്തു. ഇടക്കൊച്ചി പാലം മുതൽ തോപ്പുംപടി BOT പാലം വരെയുള്ള 5.5 കിലോമീറ്റർ ദൂരം 19 മിനിറ്റ് 22 സെക്കൻഡ് കൊണ്ട് പിന്നിട്ട ഇന്ത്യൻ നേവി അത്ലറ്റ് അനിൽ G. പവാർ ഒന്നാം സ്ഥാനത്തെത്തി. ദിനേശ് കുമാർ, ധർമ്മോദ് കുമാർ എന്നിവർക്കാണ് 2ഉം 3ഉം സമ്മാനങ്ങൾ ലഭിച്ചത്. 7 വനിതകളും മത്സരത്തിൽ പങ്കെടുത്തു. പാല അൽഫോൺസ കോളേജിൽ നിന്നും എത്തിയ ജിന്ദു ഒന്നാമതായി ഫിനിഷ് ചെയ്തു. ഈ കോളേജിലെ പ്രിയ, സബിത എന്നിവർക്കാണ് 2ഉം 3ഉം സമ്മാനങ്ങൾ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KP ഹരിദാസ് സമ്മാനദാനം നിർവഹിച്ചു. പ്രസിഡന്റ് ജോസഫ് ജോൺ ചാണയിൽ അധ്യക്ഷനായി. PJ സോളി, PX ജോസി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതത്തിന്റെ 66ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നടന്ന നാവികസേന പരേഡിൽ ദക്ഷിണ നാവിക കമാൻഡന്റ് വൈസ് അഡ്മിറൽ സതീഷ് സോണി നാവികരുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തോപ്പുംപടി ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ച മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ ഡൊമിനിക് പ്രസന്റേഷൻ അനാച്ഛാദനം ചെയ്തു. ന്യൂസ് സമാപിച്ചു. നമസ്കാരം.